ഗായ്സ്, ഇന്ന് രാവിലെ തന്നെ ഒരു 6 മണിയായപ്പോൾ എണീറ്റു. കാരണം നമ്മുടെ പരിപാടികളൊക്കെ നേരത്തെ ഒതുക്കി വെക്കാമെന്ന് കരുതിയേ. അങ്ങനെ ഇന്ന് ഞാൻ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിൻ്റെ പൊടി പൊടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലേട്ടനും പിത്തും ഒക്കെ കിടന്ന് നല്ല ഉറക്കമാണ്. ഈ സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഒരു 6 മണിയായപ്പോൾ എണീറ്റു. എങ്ങനെയും ഒരു 10 മണിയാകുമ്പോഴത്തേനും ജോലിയൊക്കെ ഒതുക്കുക, പിത്തുവിനെ നോക്കാൻ എളുപ്പം. കാരണം ഇവിടെ അമ്മയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ജോലിയൊക്കെ ഒതുക്കാൻ കരുതിയിട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് ജോലി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പുട്ടൊക്കെ ഏകദേശമായി. പിന്നെ അപ്പുറത്ത് തന്നെ ഞാനാണ് ചോറിനുള്ള വെള്ളവും ചോറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുട്ടിലേക്ക് ഇന്ന് മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ രാവിലെ ഏട്ടൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു കേരമീനാണ് വാങ്ങിച്ചത് കേട്ടോ. എനിക്ക് മീനിൻ്റെ പേരൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാനിങ്ങനെ തരംതിരിക്കണം. വറക്കാനുള്ള പീസും പിന്നെ കറി വെക്കാനും നമുക്ക് അതിൻ്റെ തലയും പാലും ഒക്കെ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരു കുറ്റിപ്പുട്ട് ഏകദേശം ഓക്കെ. പക്ഷെ അങ്ങോട്ട് റെഡി ആയില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കണത്. അപ്പോൾ ഞാൻ ഏകദേശം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനി നമുക്ക് നമ്മുടെ മീൻകറി വെക്കാനുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് പുട്ടിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കി. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് മീൻകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം. കാരണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ പഴയ കാലം തൊട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ കടുകിട്ടു, ഉലുവയിട്ടു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക് ഇത്രയിട്ട് വാറ്റിയതിന് ശേഷം നമ്മുടെ സവാളയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയെ നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് തക്കാളിയൊക്കെ ഇടാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞ് ഉള്ളിയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ, അതായത് ആലപ്പുഴയിൽ അങ്ങനെ മീൻകറിയിൽ ഇടാറില്ല. നമ്മളവിടെ വെറുതെ കുറച്ച് വേറെ രീതിയിലാണ്. അത് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ മല്ലിപ്പൊടി തീർന്നിരിക്കുക. ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പം മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ നിന്നാലേ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് വരുത്തുള്ളൂ. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ തിളപ്പിക്കാനായിട്ട് വെള്ളം കെറ്റിൽ വെച്ചു. പിന്നെ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പുളി ഉണ്ടല്ലോ, അത് വാളംപുളിയല്ല, നമ്മുടെ കുടംപുളി, ആ കുടംപുളി എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല വിശപ്പെടുക്കുന്നുണ്ടായിരുന്നു. കാരണം രാവിലെ സമയത്ത് എന്തായാലും വിശപ്പുണ്ടാവില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റും പിന്നെ കട്ടൻ ചായയും കൂടി കഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് നമ്മൾ 6 മണിക്ക് എണീറ്റല്ല, ആ സമയത്ത് നല്ല വിശപ്പെടുക്കും കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലല്ല. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ ആ ഒരു സംഭവം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മീനൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതുപോലെ വലിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര